ഹായ്, ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് കൃഷിഭവനിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് കുരുമുളക് കൃഷിയെ കുറിച്ച്. എനിക്കൊരു കാര്യം അറിയില്ലായിരുന്നു അതിനെക്കുറിച്ച്. എനിക്കാകെ 2 കുരുമുളക് തയ്യേ ഉള്ളൂ കായ്ക്കുന്നത്. അല്ലാത്തുണ്ട് ഞാൻ ബാക്കിൽ വെച്ചിട്ട്. അതിൻ്റെ ഒരു ABCD എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനതിന് പോയതുകൊണ്ട് ഗുണമുണ്ടായിരുന്നുള്ളൂ. കുരുമുളകിനെ കുറിച്ച് അറിയാൻ പറ്റി. അതേസമയം പിന്നെ വാഴയ്ക്കുള്ള അയർ എന്നുള്ളൊരു ഇതില്ലേ, എന്താ പറയല്, വളം, അത് ഇത്രയും അവിടുന്ന് കിട്ടി. അത് നമ്മൾ കാസർഗോഡ് ഒത്തിരി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. നമ്മുടെ അതിന് മുന്നത്തെ ക്ലാസ്സിന് വാഴയുടെ അതിൻ്റെ എന്തോ ഒരു ക്ലാസ്സിന് പോയപ്പോൾ പറഞ്ഞുകൊണ്ടായിരുന്നു അയർ ഇത് ഇവിടെ വാങ്ങാൻ കിട്ടുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം അത് നമുക്കത് ക്ലാസ്സിന് പങ്കെടുത്ത എല്ലാവർക്കും തന്നു കേട്ടോ. അത് അയർ. പിന്നെ വെജിറ്റബിൾസിൻ്റെ എന്താ പറയുക, വെജിറ്റബിൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു മൈക്രോ ന്യൂട്രിയൻ, ആ ഒരു പാക്കറ്റും കൂടി. ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇന്നലെ കിട്ടിയത്. പിന്നെ ഒരു 3-4 ടൈപ്പ് നല്ല വിത്തുകൾ, ചീര, പയർ, അങ്ങനെയൊക്കെ 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടെ എനിക്ക് സന്തോഷമായ കാര്യം എന്താണെന്ന് പറയാം, വെർമി കമ്പോസ്റ്റ് ഇത്ര ഇത് കിട്ടിയപ്പോഴാണ് ഭയങ്കര സന്തോഷമായത്. കാരണം മുന്നേ എനിക്കിത് കിട്ടിയിരുന്നു. അതായത് ഒരു 800 രൂപയുടെ സാധനങ്ങൾ 300 രൂപയ്ക്ക് തന്നായിരുന്നു. 300 അങ്ങനെ എന്തോ അത് തന്നായിരുന്നു. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ച് തീർന്നു. ഇപ്പോൾ വീണ്ടും വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതവർ തന്നത്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് അധികം വിത്ത് മുളപ്പിക്കാൻ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഇത് ഉപയോഗിക്കാൻ. അങ്ങനെ അപ്പോൾ അത് തന്നു. അതൊരു സന്തോഷമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് പോയപ്പോൾ ഞങ്ങളൊരു ഇത്താനെ അവിടെ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ആ സീറ്റിൻ്റെ അടുത്തുള്ള ആൾക്കാരോട് എന്തായാലും സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിച്ച് പരിചയപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ 4 പേരെ പരിചയപ്പെട്ടാൽ അതിൽ 2 പേര് കൃഷി തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ വേണ്ടിയിട്ട് അറിയാൻ വന്നത് എന്ന് പറയും. അപ്പോൾ അതൊരു സന്തോഷമല്ലേ? കാരണം വെച്ചാൽ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വരുന്നതും പുതിയൊരാൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിന് വരുന്നതും 2 വ്യത്യാസമല്ലേ? അങ്ങനെ. അപ്പോൾ നമ്മളോട് ചോദിക്കും എന്തായതാന്നൊക്കെ. അങ്ങനെ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, കൃഷി ചെയ്യണമെന്നോ അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് അറിയണോ എന്നുള്ളവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാൻ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഇത് കൃഷി വകുപ്പ് ഉണ്ടാവുമല്ലോ, ഇത് കൃഷി ഓഫീസ് ഉണ്ടാവില്ല, അവിടെ നിന്ന് പോവാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവരോട് സംസാരിച്ചാൽ, നമ്മുടെ കൃഷി ഓഫീസ് ചെർക്കളയിലാണ്. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരും കേട്ടോ. എന്ത് ഡൗട്ട് ചോദിച്ചെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. നന്നായിട്ട് പെരുമാറും. എന്നുവെച്ചാൽ അത്ര തിരക്കുണ്ടെങ്കിലും ബഹളം വെക്കില്ല. കാര്യമായിട്ട് എന്താ ഏതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരും. പിന്നെ ഇത് അവർക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളാണെങ്കിലും നന്നായിട്ട് ക്ലാസ്സുകളാണെങ്കിലും എല്ലാം നല്ലൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ കുറേ തവണയായി പോകുന്നത്, അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്കവർ പറഞ്ഞു തരും. ഇപ്പോൾ ഇത് ഞാൻ ഇത്രയും ക്ലാസ്സിന് പോയില്ലേ, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണിത്. പിന്നെ അല്ലാതെ എന്ത് കാര്യത്തിന് പോയെങ്കിലും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയാം, നമ്മുടെ അടുത്തുള്ള കൃഷി ഓഫീസിൽ പോയി അന്വേഷിക്കുക. നമുക്ക് എന്തൊക്കെ വിത്ത് കിട്ടും, എന്തൊക്കെ വളം കിട്ടും, എന്തൊക്കെ ഫ്രീ ആയി കിട്ടും, എന്തൊക്കെ പൈസ കൊടുത്ത് വാങ്ങണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവർ അതും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കണ്ടതിൽ ക്ലാസ്സിന് പോയപ്പോൾ എല്ലാവരും ഒത്തിരി പേര് ബിഗിനേഴ്സ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ പ്രായമായവർക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു അത് നമ്മളെ കണക്ക് ഒരു വലിയൊരു ഇത്തയാണ്. പക്ഷെ അവരൊരു ഭയങ്കര ആഗ്രഹത്തിലാണ് നമ്മൾ പുതിയ വീട് വെച്ചത്ര. അപ്പം എനിക്ക് ഇങ്ങനെ നടണമെന്ന് ആഗ്രഹമുണ്ട്. ആ പറയുമ്പോൾ ഞാൻ കണ്ണിലൊരു എന്താ പറയുക, അങ്ങനെ അത് അങ്ങനെ ആയി പച്ചപ്പാവാൻ ഒരാഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ? അപ്പം നമ്മൾ കുറച്ച് നേരം കൂടി അവരോട് ഇങ്ങനെ സംസാരിച്ചു. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ ആ വഴി കൂടെ വന്ന ആളല്ലേ. അങ്ങനെ. അപ്പോൾ ഞാൻ എല്ലാവരും, നമുക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യം, മുറ്റത്തിൻ്റെ ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു 1-2 പച്ചമുളക്, ഒരു 2-3 തക്കാളിയുടെ തൈകൾ, അതേപോലെ തന്നെ അത്രയും തന്നെ വേണ്ട ഒരു സാമ്പാറിനുള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ, ഒരു മൂടി ഇഞ്ചി, അതൊക്കെ വെക്കാൻ പറ്റാത്തതല്ല. എന്നുവെച്ചാൽ അത് നമുക്ക് പര്യാപ്തം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നിന്ന് തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത്, ഒരു പച്ചമുളകിൽ നിന്ന് തുടങ്ങിയ ആൾ തീർച്ചയായിട്ടും ഓരോ മാസം കഴിയുമ്പോഴും അതിൻ്റെ എണ്ണം കൂടും. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് കിട്ടിയപ്പോൾ എനിക്കിത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണം പോയി. അത്രയേ ഉള്ളൂ. ബൈ.